പല വാർത്തകളും കേൾക്കുമ്പോൾ നമ്മൾ സ്വയം തന്നെ ചോദിച്ചു പോവുകയാണ് നമ്മുടെ നാടിന് ഇതെന്ത് പറ്റിയെന്ന്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമ്മൂമ്മ റോസിലിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതാണെന്ന് അമ്മൂമ്മ ഇന്നലെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിലാണ് റോസിലി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് ഇന്നലെ കണ്ടെത്തിയിരുന്നു. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എങ്ങനെ തോന്നുന്നു ഇതിനൊക്കെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കുഞ്ഞ് മുഖത്ത് നോക്കി ഒന്ന് ദേഷ്യപ്പെടാൻ പോലും പറ്റാത്ത ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരതകളിലേക്കൊക്കെ എങ്ങനെ പോകാൻ സാധിക്കുന്നു എന്നൊരു ചോദ്യമാണ് പ്രധാനമായി വരുന്നത്. പോലീസ് നൽകുന്ന വിശദാംശങ്ങൾ എന്താണ്? ശ്യാം പറഞ്ഞതുപോലെ തന്നെ നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയ ആ ഒരു സംഭവം തന്നെയായിരുന്നു 6 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ മരണം. അതും ക്രൂരമായ രീതിയിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയതാണ്. ഇന്നലെ തന്നെ ചില സംശയങ്ങളുണ്ടായിരുന്നു അമ്മൂമ്മയാണ് ഈ ഒരു കൃത്യം നടത്തിയത് എന്നത് സംബന്ധിച്ച്. വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെ 9 മണിക്കാണ് ഈ കുഞ്ഞിനെ അങ്കമാലിയിലെ വീട്ടിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കാണുന്നത്. തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. 9:30 കുഞ്ഞിൻ്റെ മരണം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ അതേ സമയത്ത് തന്നെ അമ്മൂമ്മ ചില ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കത്തി ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതാണെന്നും അതിനുശേഷം കത്തി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നെല്ലാമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ വ്യക്തമായി. അതിനുശേഷമാണ് അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടിയ നിലയിലേക്ക് മാനസിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും അതിന് ചികിത്സ തേടുകയും എല്ലാം തന്നെ ചെയ്തിരുന്ന ആ ഒരു സ്ത്രീയാണ് ഈ ഒരു കൃത്യം നടത്തിയത് അമ്മൂമ്മ എന്നാണ്. ഇത് സംബന്ധിച്ചും പോലീസ് വിശദമായി പരിശോധിക്കേണ്ടത്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ ഒരു കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നത് സംബന്ധിച്ചും അതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം പൂർത്തിയാകും. അതിനുശേഷം അതിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ കുഞ്ഞിൻ്റെ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയും ചെയ്യും. കഴുത്തറുത്ത് തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് പ്രാഥമികമായി തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. വലിയ ആഴത്തിലുള്ള മുറിവ് തന്നെയായിരുന്നു കഴുത്തിൽ ഉണ്ടായിരുന്നത്. രക്തത്തിൽ കുളിച്ച നിലയിലാണ് കുഞ്ഞിനെ കൊണ്ടുവന്നത്. ഈ മാനസിക വിഭ്രാന്തിയുടെ പുറത്ത് ചെയ്ത് പോയത് മാത്രമാണോ, അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണത്തോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഇല്ലാതാക്കുക എന്നതായിരുന്നോ ലക്ഷ്യമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പ്രധാനമായും കണ്ടെത്തുന്നത്. അമ്മൂമ്മ തന്നെ കൃത്യം നടത്തി എന്ന് വ്യക്തമായതോടുകൂടിയാണ് അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇവരുടെ വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.